ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തനൂസ് കിച്ചൺ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തനൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ബീട്രൂട്ട് പിക്കിളാണ് തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ തനൂസ് കിച്ചൺ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ബീട്രൂട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. 3 ബീട്രൂട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചോപ്പറിൽ വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രേറ്റ് ചെയ്തെടുക്കരുത്, ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് മാത്രമേ എടുക്കുക, എങ്കിലും നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഞാനൊന്ന് ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമാണ് അച്ചാർ ഇടുന്നത്. ഇത് ഉടനെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറല്ല. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ബീട്രൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 10-15 മിനിറ്റോളം ഇത് നല്ല ആവിയിലൊന്ന് വെന്ത് വരണം. അതിനുശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇതൊന്ന് ഇട്ട് വെക്കണം. ഉപ്പും അതുപോലെ തന്നെ ബീട്രൂട്ടും വിനാഗിരിയൊക്കെ ഒന്ന് ലെയർ ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 2-3 സ്പൂൺ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അവോയ്ഡ് ചെയ്യുക മാക്സിമം. അപ്പോൾ ബീട്രൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതേക്ക് ഒരു 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. വീണ്ടും ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളം, നല്ല തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിക്കാനായിട്ട്. ചെറു ചൂടോടുകൂടി വെള്ളവും അതുപോലെ വിനാഗിരിയും ഒരേ അളവിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊരു ഒരാഴ്ചയോളം നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇതിൽ നന്നായിട്ട് ഉപ്പും വിനാഗിരിയുടെ പുളിയൊക്കെ പിടിച്ച് നല്ല അച്ചാറിടാൻ നല്ല പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് എടുത്ത് നോക്കാം. നമ്മുടെ ബീട്രൂട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. ഒരാഴ്ച ഇത് ഞാൻ ഉപ്പിലും അതുപോലെ തന്നെ വിനാഗിരിയിലും ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇപ്പം നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് ഒന്ന് അലുത്ത് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ ഒന്ന് തൊടുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ കഴിച്ചു നോക്കിയാൽ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ മനസ്സിലാവും. ശരിക്കും നല്ല മാങ്ങയൊക്കെ ഉപ്പിലിട്ട് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചൂട് ആയിട്ടുള്ള ഒരു പാത്രം എടുക്കാം. ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒഴിക്കുന്നതായിരിക്കും അച്ചാറിൽ കുറച്ചുകൂടി സ്വാദ് കിട്ടുന്നത്. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഞാൻ ഉലുവ പൊടി ഇവിടെ ചേർക്കുന്നില്ല, പകരം ഉലുവയാണ് ചേർക്കുന്നത്. തീ കുറച്ച് വെക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്. ഞാനൊരു ചെറിയ കുടം വെളുത്തുള്ളിയും ആണ് എടുത്തിട്ടുള്ളത്. അത്രയും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. തീ കുറച്ച് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇട്ട പാടെ തന്നെ കരിഞ്ഞു പോവും. ഇത് വെന്ത് വരില്ല, പകരം കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ തീ കുറച്ചിടാം. ചെറിയ തീയിൽ കിടന്ന് അതൊന്ന് മൂത്ത് വരട്ടെ.
അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അച്ചാർ പൊടിയൊന്നും റെഡിമെയ്ഡ് മേടിച്ചതൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് മുളക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് ചേർക്കാം. ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ പൊടികളുടെ എല്ലാം റോസ് സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ ബീട്രൂട്ട് ചേർക്കുമ്പോൾ ഇതിന്റെ ആ വെള്ളം ഇല്ലേ, ആ വെള്ളവും കൂടിയിട്ടാണ് ചേർക്കുന്നത്. കാര്യം ഇത് വിനാഗിരി വെള്ളവും കൂടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ തീ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് വറ്റി വരട്ടെ. പിന്നെ പുളിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിനാഗിരി ചേർത്താൽ മതിയാവും. കാര്യം നമ്മൾ ഓൾറെഡി വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുള്ള ബീട്രൂട്ടാണ്. അപ്പോൾ പുളി കൂടി പോകണ്ട. പക്ഷെ ഞാനൊരല്പം ഉപ്പ് കൂടി ചേർക്കണ്ട്. കാര്യം അച്ചാറാകുമ്പോൾ ഉപ്പൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്ക് കൂടി നിൽക്കണമല്ലോ. ഓൾറെഡി ഉപ്പിലിട്ടതാണ്. എങ്കിലും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് പോരെങ്കിൽ അവസാനം ചേർത്താൽ മതിയാകും. ഇതൊന്നൊന്ന് വറ്റി വരട്ടെ. ചാറൊക്കെ ഒന്ന് കുറുകിയിട്ട് അച്ചാറിന് പറ്റിയ ഒരു കുഴമ്പൻ പരുവത്തിലേക്ക് ഇത് മാറ്റാം. തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനുണ്ട്. ഈ വെള്ളത്തിലും ഈ വിനാഗിരിയിലൊക്കെ കിടന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് ഒന്ന് വറ്റി വരണം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു ഉപ്പും പുളിയൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാം. പുളി പോരെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിന്റെ പുളി ഒന്ന് നോക്കട്ടെ കേട്ടോ. പുളിയെല്ലാം പാകത്തിന് പുളിയുണ്ട്. ഇനിയിപ്പോൾ പുളി കൂടണ്ട. ഇനി ഇതിരിക്കുമ്പോൾ ഒന്നുകൂടി ഇതിലൊന്ന് പുളിയൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്കൊരു ചില്ല് ഭരണിയിലോ അല്ലെങ്കിൽ ഒരു മൺഭരണിയിലോ ആക്കി സൂക്ഷിച്ചു വെക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അച്ചാറുകൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ചില്ല് ഭരണിയിൽ തന്നെ ആക്കി സൂക്ഷിച്ചു വെക്കുക. പിന്നെ അച്ചാറുകൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിവതും നോക്കുക. കടയിൽ നിന്ന് മേടിക്കുന്ന അച്ചാറുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. പിന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയ്ക്കായിട്ട് കണ്ടുമുട്ടാം. താങ്ക്